ഗായ്സ്, വെൽക്കം ബാക്ക് ടു സി ഫോർ ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബൗൾ ടെറേറിയമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെറേറിയത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോണത്. ഇതിപ്പോൾ ഞാൻ 3 പേപ്പർ എടുത്തിട്ടുണ്ട്. കാരണം ഇതുകൊണ്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ടെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുപോലെ നമ്മളൊരു ഇർക്കിളി ഒടിച്ചൊരു എ ഷേപ്പിലാക്കി ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഇതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇർക്കിളി പേപ്പറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇർക്കിളി ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ട്രയാങ്കിൾ പീസും ഇതിനകത്തായിട്ട് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ട്രയാങ്കിൾ പേപ്പർ വെച്ചിട്ട് ഈ ടെൻറ്റിൻ്റെ മറ്റൊരു സൈഡും ചെയ്തെടുക്കുകയാണ്. അത് നന്നായിട്ട് ഒട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ മൂന്നാമത്തെ വശവും ഇർക്കിളി വെച്ചിട്ട് ഒട്ടിച്ച് പേപ്പർ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ആ ടെൻറ്റിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ടെൻറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ 3 ഭാഗം കൂടിയും കൂട്ടി യോജിപ്പിച്ച് ഒരു ടെൻറ്റ് ഷേപ്പിലാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു ഡോറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തായിട്ട് നമ്മൾ വാട്ടർ കളർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ബ്ലൂ കളറാണ് ചെയ്യണത്. പിന്നെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പേപ്പർ ഒട്ടിക്കാൻ നേരത്തെ ആ ഇറുക്കിൽ കുറച്ച് ബാക്കി വെച്ചേക്കണം. കാരണം നമുക്കിതിന് മണ്ണിലേക്ക് കുത്തി നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ടെറേറിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സും മോസസൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. രാവിലെ മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മോസസൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് പീസായിട്ട് അടർത്തിയെടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഹവോർത്തിയുടെ ഒരു 2-3 തൈകൾ എടുക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു സക്കുലൻ ടൈപ്പ് ഓഫ് ചെടിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന കാറ്റക്സിന്ന് ഒരു 2 കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ടെറേറിയത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെടികൾ എടുക്കാൻ നേരത്തെ എപ്പോഴും കൊച്ചു തൈകൾ എടുക്കുമായിരിക്കും നല്ലത്. അതുപോലെ നമ്മുടെ വീടുകളിലുള്ള മറ്റു കൊച്ചു ചെടികൾ എടുക്കാവുന്നതാണ്. ഈ ഒത്തിരി തഴച്ച് വളരാത്ത കൊച്ചു കൊച്ചു ഇലയുള്ള ചെടികളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഇതുപോലെ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് മിനി സ്നേക്ക് പ്ലാന്റിൽ നിന്ന് ഒരു ചെറിയ തൈയാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് റൂട്ട്സ് ഉള്ളതുകൊണ്ട് ആ ആവശ്യമില്ലാത്ത റൂട്ട്സൊക്കെ നമ്മൾ ചെത്തി കളയുകയാണ് അതിനകത്ത് നിന്ന്. അപ്പോൾ നമ്മുടെ ടെറേറിയത്തിൻ്റെ മണ്ണിലേക്ക് വെക്കാൻ നേരത്തെ അത് എളുപ്പത്തിൽ ഇരുന്നോളും. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് ആ ഒരു അത്യാവശ്യ ഭാഗം മാത്രമാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന്. പിന്നെ നമ്മൾ ഫുട്പാത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരേ പോലത്തെ കല്ലുകൾ വേണം നമ്മൾ എടുക്കാൻ. ഇപ്പോൾ നമ്മൾ മിറ്റിലാണ് ഇതിനകത്ത് എടുത്തേക്കണത്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ടേബിൾ റോസ് ഒക്കെ പോലെയുള്ള ചെറിയ ചെറിയ ചെടികൾ എടുക്കുന്നുണ്ട്. ഇതിന് പൊതുവെ നമ്മൾ 10 മണി ചെടി എന്നാണ് പറയാറ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഏതെങ്കിലും വാടിപ്പോകാത്ത ചെറിയ ചെടികൾ എടുത്താലും മതി. അപ്പോൾ നമ്മുടെ ടെറേറിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബൗളാണ് എടുത്തേക്കണേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബൗളിൻ്റെ സൈഡ് വൈസ് ആയിട്ടാണ് നമ്മുടെ ടെറേറിയം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചിരിച്ച് നമ്മൾ ഇതിനകത്ത് ഒരു സൈഡിലായിട്ട് മാത്രം മണ്ണിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ മണ്ണിടാൻ നേരത്ത് കല്ലുകളും ചരലുകളും ഒന്നും പോകാതെ അത്യാവശ്യം പൊടിമണ്ണ് വേണം നമ്മൾ ഇടാനായിട്ട്. അതുപോലെ നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് ഒരു സ്ലോപ്പായിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഓരോ ചെടികളായിട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ഞാൻ മിനി സ്നേക്ക് പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ വെച്ച് കൊടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് നമ്മൾ ഏറ്റവും ഹൈറ്റ് കൂടിയത് അല്ലെങ്കിൽ വലിയതായിട്ടുള്ള ചെടികൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഔട്ട് സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെയും ചെറിയ ചെറിയ ചെടികളായിട്ട് വേണം, ആ ഒരു ലെയറായിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിനി സ്നേക്ക് പ്ലാന്റിന് ശേഷം നമ്മൾ ഹവോർത്തിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ എല്ലാ തൈകളും അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം എൻ്റെ കയ്യിലുള്ള 2 കാറ്റക്സ് അതിൻ്റെ സൈഡിലായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ. അതിനുശേഷം മറ്റു ചെറിയ ചെറിയ ചെടികൾ, അതുകൊണ്ട് ഈ 10 മണി ചെടിയൊക്കെ പോലെയുള്ളത് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മോസസ് അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു പോർഷനിൽ മോസസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ടെൻറ്റ് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ടെൻറ്റ് ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം ബാക്കിയുള്ള സ്പേസിനകത്ത് നമ്മുടെ 10 മണി ചെടികൾ പോലെയുള്ള ആ ചെറിയ ചെടികളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് മണ്ണിടാൻ നേരത്തെ അത് ഒത്തിരി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല ലൂസായിട്ട് കിടക്കുന്നതുകൊണ്ട് ഈ ചെടികളൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ടെൻറ്റിൻ്റെ സൈഡിലായിട്ട് 2 മോസസിൻ്റെ ഒരു ബഞ്ച് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ടെൻറ്റിലേക്ക് പോകാനുള്ള ഒരു ഫുട്പാത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്തേക്കുന്ന ഈ സ്റ്റോൺസ് നിരയായിട്ട് നമ്മുടെ ടെൻറ്റിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ കല്ല് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പെബിൾസ് പോലെയെല്ലാം എടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോൾ എടുക്കാൻ നേരത്തും ഒരു സെയിം ലെവലിലുള്ള കല്ലുകൾ വേണം നമ്മൾ എടുക്കാനായിട്ട്, ഷേപ്പിലും സൈസിലൊക്കെ. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിലായിട്ടും ബാക്കിയുള്ള മോസസ് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഓരോ ലെയറായിട്ട്.
അപ്പോൾ ഏകദേശം പണികളൊക്കെ ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടെൻറ്റിലേക്ക് വേണമെങ്കിൽ ഈ ഫുട്പാത്തിൻ്റെ സൈഡിലായിട്ട് ഫെൻസസ് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തീപ്പെട്ടി കൊള്ളികളാണ് എടുത്തേക്കണേ. അപ്പോൾ ഈ തീപ്പെട്ടി കൊള്ളികളുടെ നടുക്ക് വെച്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ ഓരോ പീസും ആ ഒരു ഫെൻസസ് പോലെ അതിനകത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടെറേറിയം ഇവിടെ ഫിനിഷായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തായിട്ട് ഓപ്ഷണലായിട്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഡെസേർട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മണലെടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഇതുപോലെ ഒരു സ്പൂണിനകത്ത് എടുത്ത് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബൗൾ ടെറേറിയം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ ഇതിനെ കെയർ ചെയ്യണതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡെയിലി വാട്ടറിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലിനകത്ത് സ്പ്രേ വാട്ടറിംഗ് ആണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ മോസസൊക്കെ വാടാതെയും ചുങ്ങാതെയും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വാട്ടർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മളിത് വെക്കാൻ നേരത്ത് ഒന്നുമില്ലെങ്കിൽ വിൻഡോ സൈഡിലോ ഒക്കെ ഒരു മോർണിംഗ് ലൈറ്റ്, ഒരു മൈൽഡ് ആയിട്ടുള്ള മോർണിംഗ് ലൈറ്റ് കിട്ടാൻ പാകത്തിനുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ എന്നും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ടെറേറിയം 1 വീക്ക് ആയിട്ടുണ്ട്. എല്ലാം അതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മണ്ണിൻ്റെ അടിയിലൂടെ ആ റൂട്ട്സ് ഒക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഫ്രഷ് വാട്ടറൊക്കെ കിട്ടി കഴിയുമ്പോഴേക്കും അതിനകത്ത് നല്ല ബ്രൈറ്റ് ലൈറ്റായി വരുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുമേ.